ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറുതായാലും വലുതായ വിഷയങ്ങളിലൊക്കെയും കർത്താവ് നടത്തുന്ന കർത്താവിൻ്റെ വഴിക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമുണ്ട്, ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താണ്? തന്നെത്താനെ താഴ്ത്തിയാൽ ദൈവം ഉയർത്തും, അല്ലേ? അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ താഴുക, കർത്താവിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിക്കുക എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തുമെന്നുള്ളത്. അതുപോലെ വേറൊരു പ്രിൻസിപ്പിൾ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി കണ്ട ഒരു ഭാഗമാണ് ഞാൻ അതുകൊണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പരിചിതമായൊരു ഭാഗമാണെങ്കിലും ലെറ്റ് us see Luke chapter 11 verse 9. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. Luke chapter 11 verse 9. വായിച്ചാൽ, So I say to you, ask and it shall be given to you, seek and you will find, knock and it will be open to you. വായിച്ചാൽ, ഈ വാക്യം നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് അറിയാവുന്ന വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷിലെ ആ ഒരു ഭാഗം ഇതാണ്, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. അപ്പം നമുക്ക് ലോകത്തിൽ നമുക്കറിയാം എന്ത് കാര്യങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് അല്ല, ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പെട്ടെന്നുള്ള ചിന്ത പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. അപ്പോൾ പല സമയത്തും കർത്താവിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞു വരുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ സജഷൻ. അത് അങ്ങനെ ആയാൽ കൊള്ളാം, അങ്ങനെയല്ല. ദൈവവചനത്തിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളിനകത്തും ഇറ്റ്സ് ലൈക്ക് എ കമാൻഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പറയുന്നൊരു കാര്യമാണ്, ഇറ്റ് സേസ് ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. സോ വെൻ ഐ ടെൽ സംബഡി, ഞാൻ ആരോടെങ്കിലും പറയുകയാണ് അവിടെ ചെന്ന് ഇത് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഐ ഹാവ് ടു ഓപ്പൺ മൈ മൗത്ത് ആൻഡ് ആസ്ക്, അല്ലേ? ഞാൻ വാ തുറന്ന് ചോദിക്കണം. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരു വാക്യം പെട്ടെന്ന് വരും, എൻ്റെ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്. വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 6 verse 8. വായിച്ചാട്ട്. അവരോടുകൂടെ തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പം നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ എല്ലാം ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിരോധാഭാസമല്ലേ? എല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലേ? അപ്പം ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഈ ചോദിക്കണം ദൈവത്തോട് ചോദിക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില സമയത്ത് കർത്താവിൻ്റെ വചനത്തിനകത്ത് ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ പറയുമ്പം ഡു ദാറ്റ്, ബിക്കോസ് ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ പിന്നിലൊരു റീസൺ ഉള്ളത് കൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് നമ്മളുടെ ആവശ്യങ്ങൾ എല്ലാം അറിയാമെങ്കിലും ദൈവം നമ്മളോട് പറയുകയാണ് ചോദിപ്പീൻ. എന്തിനാ ചോദിച്ചാൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുക? നമുക്ക് ചോദിക്കുമ്പോൾ ഇപ്പോൾ ചിലരോട് പറയുകയാണ് നീ ആ കാര്യം ഒന്ന് ചോദിക്കാൻ പറയുകയാണെങ്കിൽ ചിലർ ചോദിക്കത്തില്ല. എന്താ ചോദിക്കുന്നത് ഡിഗ്നിറ്റിക്ക് കുറവാണ്, തൻ്റെ ഡിഗ്നിറ്റിക്ക് കുറവാണ്. അത്രയും ചില കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നമുക്കിപ്പം വിശക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ മിണ്ടത്തില്ല. ചിലടത്ത് എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം? ചോദിച്ചാൽ എന്തെങ്കിലും കുറച്ചിലാവോ എന്ന് വിചാരിച്ച്. അതുപോലെ പല സാഹചര്യങ്ങളും ഉണ്ട്, ചോദിക്കുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ടും പല കാര്യങ്ങളും ചോദിക്കാത്ത പലരുണ്ട്. ഇറ്റ്സ് ഓൾ ബാലിശ്യമായ കാര്യങ്ങളാണെന്നുള്ള പല കാര്യങ്ങൾ ചോദിക്കാത്ത പലരുണ്ട്. പക്ഷേ വെൻ യു ആസ്ക് സംതിങ് ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ഐ എം ഹംബിൾ ആൻഡ് ഐ നോ ഹൂ ഈസ് മൈ ലോർഡ്. എൻ്റെ കർത്താവ് ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. പക്ഷേ ദ കണ്ടൻറ്റ് ഓഫ് അവർ ആസ്കിങ് ഡിഫേഴ്സ്. നമ്മുടെ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി വന്ന് ചോദിക്കുന്ന ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്നറിയാം. പക്ഷേ നമ്മളൊരു പ്രായമായ ഒരു കുട്ടി നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് എന്താണ് ഉണ്ടായിരിക്കുമെന്നുള്ളതറിയാം. അപ്പം ദ കണ്ടൻറ്റ് ചേഞ്ചസ്. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ കണ്ടൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളോട് പറയുന്നത്, നമ്മളുടെ ഈ പ്രാർത്ഥനകളുടെയോ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഉള്ളടക്കം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ
നമ്മൾ ഉള്ളിടക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നറിയാം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൺസേൺസ് എന്തൊക്കെയായിരിക്കും? അതിനെന്തെങ്കിലുമൊക്കെ കഴിക്കണം, അതിനെന്തെങ്കിലും കളിക്കണം, ഇതൊക്കെയായിരിക്കും അതിൻ്റെ കൺസേൺ. പക്ഷേ ഇച്ചിരി കഴിഞ്ഞ് മേലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഓരോ വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ അതിൻ്റെ കണ്ടൻറ്റുകൾ മാറി. അപ്പോൾ അതുപോലെ കർത്താവുമായിട്ടുള്ള സംസാരത്തിന് അത് നമ്മൾ ചോദിക്കണം എന്നുള്ളത് കൽപ്പനയാണ്. ചോദിക്കുന്നതിനനുസരിച്ചാണ് തരുകയോ ഇല്ലയോ എന്നറിയുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 4:2. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? വായിച്ചാട്ടാ, മുഴുവൻ വായിച്ചാട്ടാ. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കാക കൊണ്ട് കിട്ടുന്നില്ല. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. യു ഡു നോട്ട് ഹാവ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക്. നിങ്ങൾ ചോദിക്കുന്നില്ല. അപ്പം നമ്മുടേതായിട്ടുള്ള നിലയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കി, എനിക്ക് ദൈവം തന്നില്ല, എനിക്ക് അങ്ങനെ തന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇറ്റ്സ് ഫൈൻ. പക്ഷേ യാക്കോബ് അദ്ദേഹം രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇല്ലാത്തതിൻ്റെ കാരണം ബിക്കോസ് യു ഡു നോട്ട് ആസ്ക്. റൈറ്റ്? നിങ്ങൾ ചോദിക്കുന്നില്ല. അപ്പം ഒരു വ്യക്തമായി നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ദാറ്റ് ഐ മസ്റ്റ് ആസ്ക് ദ ലോർഡ്. ദൈവത്തോട് നമ്മൾ യാചിക്കുക എന്നുള്ള വേർഡിനെക്കാട്ടും നല്ലത് ആ ആസ്ക് എന്നുള്ള വേർഡ് തന്നെയാണ്. നമ്മൾ എന്നും പിതാവിനോട് പോയി നമ്മുടെ അപ്പനോട് പോയി നമ്മൾ യാചിക്കുകയല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ മോർ ഓഫ് എ ഫാദർ സൺ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ ആ ഒരു വേർഡിനെക്കാട്ടിൽ നമ്മളെന്നും ഒരു ഭിക്ഷക്കാരെ പോലെ നമ്മൾ ചോദിക്കുകയല്ല. ഇറ്റ്സ് മോർ ഓഫ് എ ഫാദർ സൺ റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ ആ കാര്യം ചോദിക്കണം എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്താം. എന്നിട്ട് വന്നു പക്ഷെ ചോദിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അപ്പോൾ വേറെ ചില വാക്കുകളുണ്ടല്ലോ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 16:23. വായിച്ചാട്ടെ. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങളുടെ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും അവൻ തരും. അപ്പം നമ്മുടെ മനസ്സിലുണ്ട് എന്ത് ചോദിച്ചാലും ദൈവം തരും. അപ്പം ചോദിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചോദിച്ചാലും തരും. പക്ഷേ പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 14-15 വായിച്ച്. 1 യോഹന്നാൻ 5:14-15. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അടുത്ത വാക്യം. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പം അവിടെ വളരെ ക്ലിയർ ആണ്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദ ലോർഡ് ഗീവ്സ് എവറിത്തിങ് വാട്ട് വി ആസ്ക് ഹിം അല്ലേ? അല്ലാതെ അതിനകത്ത് വലിയ വളച്ചു കിട്ടുന്നില്ല. വളരെ ക്ലിയറാണ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയും, ലോർഡ് വൈ ഇറ്റ് ഈസ് നോട്ട് റിയലി വർക്കിംഗ് അല്ലേ? അതിൻ്റെ ഉത്തരമാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. You ask and you don't receive. Why? Because you ask amiss that you may spend it on your pleasures. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വ്യക്തമാണല്ലേ? എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവേശുവിൽ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നപ്പോൾ ഇറ്റ് സംതിങ് ലൈക്ക് എ ജോയിൻ്റ് അക്കൗണ്ട്. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ അക്കൗണ്ട് അതിൻ്റെ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ആണ്. മറ്റേ സൈഡിൽ നമ്മളും സൈൻ ചെയ്യണം. കർത്താവ് പറയുകയാണ്, ചോദിക്കുന്ന എന്തും എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എന്തും സൈൻഡ്, അപ്രൂവ്ഡ്. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ സൈനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ ആ എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുകയാണ്, ഇവിടെ കർത്താവ് പറയണം, പക്ഷേ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടും തരുന്നില്ല. ഈ ചില കാര്യങ്ങൾ നമുക്ക് ചില ബാങ്കിൽ ചെന്ന് ഈ ചില ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്ന തന്നെ എന്തോ പന്തികേടുണ്ടെന്നുള്ള ചിലപ്പോൾ ചെക്കൊക്കെ ബൗൺസ് ആകുന്നത് നിങ്ങൾ കാണാറില്ലേ? അതുപോലെയാണ് നമ്മളുടെ ഈ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വന്നത്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻറ്റഡ് ഫോർ ദ റൈറ്റ് പർപ്പസ്.
ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻറ്റഡ് ഫോർ ദ റൈറ്റ് പർപ്പസ്. അത് അന്നേരമാണ് ബൗൺസ് ആണ്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുമോ ചക്കാരനെങ്കിൽ ചിലപ്പോൾ വായിക്കാം അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് ശിമിയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കാണാം. അദ്ദേഹം വളരെ റൈറ്റായിട്ടാണ് ചോദിക്കുന്നത്, എനിക്ക് ഈ വരം എനിക്ക് വേണം. വായിച്ചാട്ട് അപ്പോസ്തല പ്രവർത്തികളെ 5-ാമത്തെ അധ്യായം, ചാപ്റ്റർ 5 അല്ലല്ലോ, 8-ാമത്തെ അധ്യായം, ചാപ്റ്റർ 8 17-ാമത്തെ വാക്യം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇത് കണ്ടു നിന്ന് ശിമിയോൻ അടുത്ത വാക്യം പറയുകയാണ്, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമയോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണം എന്ന് പറഞ്ഞു. ഇൻ എ സെൻസ് ഇറ്റ് ഈസ് എ ഗുഡ് റിക്വസ്റ്റ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദൈവരാജ്യത്തെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ശരിയായിരുന്നില്ല. മനസ്സിലായോ? അതിൻ്റെ ഉള്ളടക്കം ശരിയായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ താല്പര്യപ്പെട്ടത് എന്നുള്ളത് ശരിയായിരുന്നില്ല. അതിന് തന്നെ താല്പര്യം അദ്ദേഹം പറയുന്നൊരു കാര്യം 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ടും ഈ കാര്യത്തിൽ നിനക്ക് പങ്ക് ഓഹരിയുമില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല, അതുകൊണ്ട് ദൈവം ഇതിന് തരുന്നില്ല. അപ്പം നമുക്ക് എല്ലാ റിക്വസ്റ്റുകളും എന്നുള്ളതാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നെങ്കിലും, പക്ഷേ നമ്മുടെ ഹൃദയം പല കാര്യങ്ങളുടെയും വൈ യു നീഡ് ദിസ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ആസ്കിങ് ദിസ് എന്നുള്ള കാര്യങ്ങളുടെ ബേസിലാണ് പല കാര്യങ്ങളും കർത്താവിൻ്റെ സന്നിധി. അപ്പം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നോർമലി സ്പീക്കിംഗ് മോസ്റ്റ് ഓഫ് ഈസ് ഏസ് യെസ്. നമ്മുടെ പിതാക്കന്മാർ ചെന്നിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം, ഏതപ്പനാ വേണ്ടെന്ന് പറയുന്നത്, എല്ലാവരും തരും അല്ലേ, കുടിക്കാൻ എന്തെങ്കിലും വേണം. നോർമലി ഈ കാര്യങ്ങൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ ആൻസർ ഇസ് യെസ്. എന്നാൽ ചില സ്പെസിഫിക് കാര്യങ്ങളും കൊണ്ട് ചെല്ലുമ്പോൾ ദൈവം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇൻറ്റൻറ്റ് കർത്താവ് വെരിഫൈ ചെയ്തപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതെനിക്ക് ഓണർ ചെയ്യാൻ പറ്റുകയില്ല. സ്വർഗത്തിലെ ദൈവം ഇതോ ഓണർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ ദർ ആർ സം ലിമിറ്റേഷൻസ് വെൻ ഇറ്റ് കംസ് ടു ഇറ്റ്. പക്ഷേ സങ്കീർത്തനത്തിൽ ആ പ്രിൻസിപ്പിൾ പിന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 81-ന്റെ 10-ാമത്തെ വാക്യം കാണാൻ പഠിക്കുന്ന നല്ല വാക്യമാണിത്. Open wide your mouth and I shall fill it. Psalms 81 verse 10. This was one verse which George Muller always used to remember. 81-ന്റെ 10. മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാവുന്നു. നീ വാ വിസ്താരത്തിൽ തുറക്ക, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. What a nice promise is it? അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിന്റെ വായ വിസ്താരത്തിൽ തുറന്ന് ചോദിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദൈവസന്നിധി ചെന്നിട്ട് നിന്റെ വായ വിസ്താരത്തിൽ തുറന്ന് കർത്താവേ എനിക്കിത് വേണം, കർത്താവേ എനിക്കിത് വേണം. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാണ്, കർത്താവ് ഒരിക്കൽ പോലും തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരത്ഭുതവും ചെയ്തില്ല. ആർക്ക് വേണ്ടിയായിരുന്നു എല്ലാം ചെയ്തേ? എല്ലാ അത്ഭുതങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. തൻ്റേതായിട്ട് താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ താൻ വേഷത്തിൽ മനുഷ്യനായെന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ കർത്താവ് തൻ്റെ കാര്യത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ചല്ല, തൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ വാട്ട് ഈസ് ദ റീസൺ വൈ ആസ്ക് ഫോർ ഓൾ ദീസ് തിങ്സ്. പക്ഷേ പ്രിൻസിപ്പിൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ദാറ്റ് വി മസ്റ്റ് ആസ്ക്. നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കണം. അപ്പം ദൈവസന്നിധിയിൽ ചോദിക്കുന്നത് എല്ലാം ദൈവം തരാനായിട്ട് കർത്താവിൻ്റെ നാമത്തിലാണോ നമ്മൾ ചോദിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് യെസ്. പക്ഷേ ഇൻറ്റൻറ്റ് ശരിയല്ലെങ്കിൽ ആ റിക്വസ്റ്റുകൾ പാസ്സാകില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്കതെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷേ വൈ ഐ എം സേയിങ് ദിസ് ഇസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സംസാരത്തിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ ദൈവവുമായിട്ട് അടുക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും, റൈറ്റ്? പക്ഷേ മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ, ഇപ്പോൾ നമ്മളിപ്പം സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിച്ചു, 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തോന്നുമ്പോൾ, കർത്താവ് ആത്മീയമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, ഈസ് ദർ എ ക്രൈ? ആൻഡ് ഇഫ് ദാറ്റ് ക്രൈ ഈസ് നോട്ട് ദെയർ, നത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക്. ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ് നൗ, റൈറ്റ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ കരച്ചിലില്ല എങ്കിൽ
ആ നിലയിലുള്ള വളർച്ച നമുക്കുണ്ടാവത്തില്ല. ഇഫ് യു ആർ ഹാപ്പി വിത്ത് വാട്ട് വി ആർ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മുമ്പോട്ട് പോവുകയില്ല. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കർത്താവിനോടുള്ള അടുത്ത് വരുമ്പോൾ പറയും, കർത്താവേ അതൊക്കെ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ ജെനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 1. ഒരു ക്രൈസിസിൽ നിന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ വ്യക്തി ചെന്ന് തൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്. ഉൽപ്പത്തി 30:1. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞിരുന്നു, എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു. ഗിവ് മീ ചിൽഡ്രൻ ഓർ ഐ വിൽ ഡൈ. Can you read in English please? Now when Rachel saw that she bore Jacob no children, Rachel envied her sister and said to Jacob, give me children or else I die. Give me children or else I die. You know, ഈ ഒരു കരച്ചിൽ, ഇത് റേച്ചലിനെ സംബന്ധിച്ചിടത്തോളം റേച്ചലിൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാഞ്ഞത് കൊണ്ട് റേച്ചൽ ചെന്ന് പറഞ്ഞൊരു വേർഡാണ്. പക്ഷേ you know that this verse was the reason, the word which we used to praying Hyde used to pray before God. Lord, give me souls or let me die. You understand? കർത്താവേ എനിക്ക് ആത്മാക്കളെ തരണം. ഇന്നിപ്പോൾ സഹോദരൻ ഓർപ്പിച്ചു, മീറ്റിങ്ങിന് കടന്നു വരുമ്പം വളരെ ലാഘവത്തോട് കടന്നു വരരുത്. നമ്മളുടെ ഓരോ മീറ്റിങ്ങുകളും ദൈവത്തിൻ്റെ രാജ്യം പണിയുന്ന മീറ്റിങ്ങുകളാവണം. അത് വെറുതെ ഉണ്ടാവത്തില്ല. ഡു യു റിയലി വോണ്ട് ഇറ്റ്? അത് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, വാതുറന്ന് ചോദിക്കണം. വാതുറന്ന് ദൈവത്തോട് പറയണം, കർത്താവേ ഐ റിയലി വോണ്ട് ഇറ്റ് ടു ബി ദിസ് വേ. ആ ചോദിക്കുന്നതിൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു കരച്ചിൽ എത്രമാത്രം വെയിറ്റുള്ളതാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഉത്തരവും. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ഹൗ ലോങ് യു പ്രേയ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇവിടുത്തെ. ഞാൻ പറഞ്ഞത് ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു മീറ്റിംഗ് അല്ല. ബട്ട് ലുക്സ് അപ്പയറൻ്റ്ലി ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രേയർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പ്രേയർ. ഇറ്റ്സ് അബൌട്ട് വെൻ യു സീ ദാറ്റ് യുവർ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് റൈറ്റ്. ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലല്ല. ഇവരുടെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ലൈഫ്. പക്ഷേ praying high took it this way, Lord, we are seeing no souls coming to Christ. ഒരു വ്യക്തി പോലും കർത്താവെ വിശ്വാസത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ കരയുന്ന ഒരു കരച്ചിലാണ്, ലോർഡ് give me souls or let me die. Praise God. I hope you understand that. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വർഷം മുമ്പോട്ട് പോകും തോറും ആത്മീയ ജീവിതത്തിൽ വന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത, ഐ എം ഓക്കെ, ഐ ടുക്ക് ബാപ്റ്റിസം, ഐ എം വിത്ത് ദ ലോർഡ്, ഞാൻ കർത്താവിനോട് വരുന്നുണ്ട്, ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ സമയത്തൊക്കെ ഞാൻ കർത്താവിൻ്റെ മേശയിലൊക്കെ പങ്കുചേരുന്നുണ്ട്, ക്വൈറ്റ് ഓക്കെ, ലോകത്തിൽ ആരും എന്നെ കുറ്റം അങ്ങനെയൊന്നും വിധിക്കുകയില്ല, കർത്താവിൻ്റെ വരവിൽ കൊണ്ടുപോകും, സംശയമൊന്നുമില്ല. കർത്താവ് ആ നിലയിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തികളെ കർത്താവ് കൊണ്ടുപോകും. ആ കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ദർ ഇസ്, കർത്താവ് ആഗ്രഹിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് അതിനും അപ്പുറത്തായിട്ടൊരു ലൈഫാണ്. ദൈവവുമായിട്ടുള്ള ചേർന്നുള്ളൊരു നടപ്പും അവിടെ കർത്താവുമായിട്ടുള്ള ഒരു ക്ലോസ് വോക്കാണ്. അത് നടക്കാതെ വരുമ്പോൾ ഡു വി ഹാവ് ദാറ്റ് ക്രൈ? ഡു വി ആസ്ക് ദ ലോർഡ്, ലോർഡ് തിങ്സ് ആർ നോട്ട് ഗോയിങ് റൈറ്റ്? അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യം, യെസ്, are you really concerned about it, and did you tell me about it? Did you come and tell me that this is what you really want me to do in your life? നിൻ്റെ ജീവിതത്തിൽ ഇതാണ് ഞാൻ നിനക്ക് ചെയ്തു തരണം, നീ എന്നോടൊന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കർത്താവിന് അറിയത്തില്ലേ? അറിയാം. But did you tell the Lord? And if you have told the Lord, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞെങ്കിൽ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ആ കാര്യം ദൈവത്തിൽ ചെന്ന്, യുനോ, ഈ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ്, നിങ്ങൾ ഉൽപ്പത്തിയിൽ നമ്മൾ വായിച്ച കോണ്ടെക്സ്റ്റിൽ ആ സർക്കംസ്റ്റാൻസിൻ്റെ ഹീറ്റ് നിങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു റീഡ് ലിറ്റിൽ ബിറ്റ് വൺ മോർ വേഴ്സ് ഡൗൺ, ഒരു വാക്യം താഴത്ത് നിങ്ങൾ വായിച്ചാൽ,
അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. He became so angry at the wife. നിനക്ക് See, നമ്മൾ വായിക്കുമ്പോൾ you have to be just understand the context. He becomes so angry because there is nothing is really working, and he's become so angry and arose against Rachel and he said, "Am I in the place of God?" ഞാൻ ദൈവമാണോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ? നമ്മൾ നമ്മുടെ വീട്ടിലെ ചില ഇതുപോലത്തെ സാഹചര്യങ്ങൾ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷനിലെ സിറ്റുവേഷൻസിലേക്ക് വരും അല്ലേ? യെസ്, വെൻ ദ തിങ്സ് ആർ ലൈക്ക് ദാറ്റ്, വെൻ വി ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ആൻഡ് സേ, "ലോർഡ്, things are not going right. Things are not going right." Or we could be passive. Let's see Judges. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, verse 27. നിങ്ങൾക്കറിയാം, മോശയുടെയും യോശുവയുടെയും കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് ന്യായാധിപന്മാരുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലെ സമയത്ത് എന്നുവെച്ചാൽ ജോഷുവയൊക്കെ വന്ന് ആ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 1:27. മനശ്ശെ ബേത്ശെയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ദോയിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ളയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗിദ്ദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കി കളഞ്ഞില്ല. കളഞ്ഞെന്നോ കളഞ്ഞില്ലെന്നോ? കളഞ്ഞെന്നോ കളഞ്ഞില്ലെന്നോ? കളഞ്ഞില്ല. കളഞ്ഞില്ല. റൈറ്റ്. അപ്പോൾ അവരിപ്പോൾ എവിടെയാണ്? അവർ കനാനിലാണ്. വാഗ്ദത്തം ചെയ്ത് അവർക്കുണ്ടോ? ഉണ്ട്. വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചോ? പ്രാപിച്ചു. പക്ഷേ ഈസ് ഇറ്റ് കംപ്ലീറ്റ്? നോ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഇന്ന ആൾക്കാരെ അവർ കളഞ്ഞില്ല. അപ്പം ഒബീഡിയൻ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതിനെക്കുറിച്ച് അവർ ബോധേഡും അല്ല. And so it became continuously. Let's read verse 29, 29-ാമത്തെ വാക്യം. എഫ്രൈം ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കി കളഞ്ഞില്ല. നീക്കി കളഞ്ഞില്ല. അടുത്ത വാക്യം 30-ാമത്തെ വാക്യം. സെബുലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കി കളഞ്ഞില്ല. 31. ആശേർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കി കളഞ്ഞില്ല. 33. നഫ്താലി ബേത് ഷെമേശിലും ബേത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാനിയരുടെ ഇടയിൽ പാർത്തു. 34. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസാണ് ഈ കാര്യത്തിന്. 2:2. നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. മനസ്സിലായല്ലോ? അപ്പം ദൈവം ക്ലിയറായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ വരെ നമ്മൾ പോകാതെ ഒരു പാർഷ്യലി നിൽക്കുമ്പോൾ യു തിങ്ക് ദാറ്റ്സ് ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? യു തിങ്ക് ദാറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്വൈറ്റ് ഓക്കെ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം പറയാം. നമുക്കിപ്പം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കോപമുണ്ട്. വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ കോപിക്കും, എടുക്കും, വഴക്കൊക്കെ ഉണ്ടാക്കും. വീട്ടിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ടിൽ യു ഡ്രൈവ് ഇറ്റ്, ടിൽ ഇറ്റ് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ലൈഫ്, ഗോഡ് ഗിവ്സ് യു ഗ്രേസ് ടു സ്റ്റാൻഡ്. കർത്താവ് കൃപ തരുന്നത് വരെ കർത്താവിനെ പെർസ്യൂ ചെയ്യാതിരുന്നാൽ ഉള്ള കുഴപ്പമാണ് ഇവിടെ പറയാം. ടു സഡൻ എക്സ്റ്റെൻറ്റ് വി ആർ ഒബീഡിയൻറ്റ്. ആരും ഒരു പക്ഷേ നമ്മളെ കുറ്റം വിധിക്കുന്നില്ലായിരിക്കാം. എക്സ്റ്റേണലി എവറിത്തിങ് ലുക്സ് ഗുഡ്. പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ they were not bothered. They said, that's fine, that's enough. ഇത്രയൊക്കെ മതി, ഇനി മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഡേഞ്ചറസ് ആണ്. ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്നതിനകത്ത് അപ്പോൾ അങ്ങനെ വരുമ്പം കർത്താവ് പലയിടത്തും പല മുള്ളുകളും വെക്കേണ്ടതായിട്ട് വരുന്നു. അവിടെ പറഞ്ഞ ദൈവം തന്നെ അലൗ ചെയ്ത ചില കാര്യങ്ങളാണ്. പല മുള്ളുകളും വെക്കേണ്ടതായിട്ട് വരുന്നു. മുള്ളുകളെ കാണുമ്പോൾ പിന്നെ നമ്മൾ കിടന്ന് ഭയങ്കര നിലവിളിപ്പോൾ പക്ഷേ എന്താണ് റീസൺ എന്നുള്ളവിടെ എഴുതിയിരിക്കുന്നത്? ബിക്കോസ് വി ഡി നോട്ട് പെർസ്യൂ the growth in our life.
നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെയുള്ള മുമ്പോട്ടുള്ള നടത്തം നമുക്ക് താല്പര്യമില്ലാതെ പകുതി കൊണർത്തി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു കരച്ചിലുണ്ട്. There should be a cry in our heart. Lord, these are things not like this. Lord, help me. Whatever may be your condition. പക്ഷേ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകുന്ന ഒരു ആസ്ക് എന്നുള്ളൊരു കാര്യം. If you'd have asked, then I'd have helped you. But you didn't ask me. നീ എന്നോട് ചോദിച്ചില്ല. ചോദിച്ചെങ്കിൽ ഞാൻ തരുമായിരുന്നു. പല സമയങ്ങളിലും ഇപ്പോൾ നമ്മൾ പലരെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ I'll tell you, in always the basic principle is the Lord asks this question, are you serious about it? Are you really want to ask God for about it? ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ യഥാർത്ഥമായി ദൈവത്തോട് സംസാരിക്കുകയും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ? Because the answer need to come from there. Even in our life, let us say, നമ്മൾ പലപ്പോഴും നമുക്ക് വളരെ പ്രായോഗികമായിട്ടുണ്ടാകുന്ന പല പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബിസിയാണ്. നമ്മളെ സംബന്ധിച്ചത് ഒരുപാട് നമുക്കൊരു പക്ഷെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. കർത്താവെ, ഇറ്റ് ഈസ് കീപ്പിംഗ് മീ ഫ്രം ഗോയിങ് ഫോർവേഡ് ഇൻ സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിൽ നിന്നും എന്നെ തടുക്കുന്ന ചില കാര്യങ്ങളാണ്. ഡിഡ് യു ഗോ ആൻഡ് ആസ്ക് ദ ലോർഡ് അബൌട്ട് ഇറ്റ്? സേ ലോർഡ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണം. And God will give you grace. God will give you grace to handle it, to do whatever it. I don't know what is the solution for it, but God, solution will be different for each situation. ഓരോ വ്യക്തികളുടെ ജീവിതത്തിനനുസരിച്ച് സൊല്യൂഷൻസ് വിൽ ബി ഡിഫറെൻറ്റ്. നമുക്ക് ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല ഒരാളുടെ ജീവിതത്തിൽ ഇതാണെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. പക്ഷേ did you ask or are you really complacent? He says, that's fine. That's fine. That's okay. Nobody is actually questioning me. ആരും. ബട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു കരച്ചിലുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, റേച്ചലിനെ സംബന്ധിച്ചിടത്തോളം റേച്ചലിന് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഒരു പക്ഷെങ്കിൽ കരഞ്ഞു കാണും. യു ക്യാൻ റീഡ് ദ സെയിം തിങ്. ഹന്ന ഓൾസോ വാസ് ക്രൈയിങ് ദ സെയിം വേ ആൻഡ് ദാറ്റ് ക്രൈ ഹാസ് ബിക്കം സോ മച്ച് ഓഫ് എ സോബ് ഇൻ ഹർ ഹാർട്ട്. It's become so much of a sob in our heart. Say, Lord, you must do something about it. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കണ്ടീഷനെ കുറിച്ച് നമ്മൾ ആ നിലയിൽ കരയുന്നില്ല എങ്കിൽ, ആ നിലയിൽ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തോട് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ റൈറ്റ് പാത്തിലല്ല പോകുന്നെങ്കിൽ, യു ക്യാൻ ഗോ ആൻഡ് ടെൽ ലോട്ട് ഓഫ് കമൻറ്റ്സ് ടു സോ മെനി പീപ്പിൾ. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. ഗോ ടു ദ ലോർഡ്. സേ, ലോർഡ്, ആസ്ക് ഹിം, വാട്ട് ഐ നീഡ് മൈ കിഡ്സ്. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വക വ്യത്യാസങ്ങൾ ഉണ്ടാവണം. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ചാപ്റ്റർ 12 verse 4, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പം അവിടെ അപ്പോസ്തലന്മാരൊക്കെ എഴുതുമ്പോൾ അവർ വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ഡെത്ത്, റെസിസ്റ്റ് ഇറ്റ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് കാണാത്തപ്പോൾ, are you okay with it? You say it's fine. That's what I said. Are you really asking God? കർത്താവേ, I need really the grace. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 4-ാം അധ്യായത്തിൽ Acts chapter 4 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാവുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പം ഇവിടെ ദിസ് ഈസ് എ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും കർത്താവേ, ഞങ്ങൾക്ക് ബോൾഡ്നെസ് വേണം. ആസ്ക്, കം ടുഗദർ ആൻഡ് ആസ്ക്. ദൈവത്തോട് കർത്താവേ, ഡു ദാറ്റ് ഫോർ അസ്. കർത്താവെ, നിങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ജെന്യുവിൻലി ടെല്ലിങ്, മോസ്റ്റ് ഓഫ് ഇറ്റ് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ ഇസ് യെസ്. 2 ദിനവൃത്താന്തം 2 Chronicles chapter 20. We know very well this portion. ജഹോഷഫാത്തിൻ്റെ കാലത്ത് ഉണ്ടായ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജഹോഷഫാത്ത് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആയിരുന്നു. യഹൂദിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാക്കന്മാരിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനായിട്ട് ദൈവത്തോട് പോയി ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ when he saw things are not going right, what did he do? Chapter 20, 20-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യം.
യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. He humbled himself. I'll tell you, എന്താണ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളെ തന്നെ ദൈവസന്നദ്ധിയിൽ താഴ്ത്തുകയാണ്. ലോർഡ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. നമ്മൾ പട്ടിണി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പട്ടിണി കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുകയല്ല, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വണ്ണം കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും, പക്ഷേ അതല്ല, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്. താഴ്ത്തി കർത്താവിനോട് പറയണം, ലോർഡ്, വി നീഡ് യുവർ ഹെൽപ്പ്. ആൻഡ് ഹി സ്പ്രെഡ് ഔട്ട് ഹിസ് ഹാൻഡ് ബിഫോർ ദ ലോർഡ് ആൻഡ് ഹി സെഡ്, ലോർഡ്, യു മസ്റ്റ് ഹെൽപ്പ്. ആൻഡ് അദ്ദേഹം മാത്രമായിരുന്നില്ല. ഇഫ് യു റീഡ് ദ 1 verse down, 13ാമത്തെ വാക്യം. അങ്ങനെ യഹൂദർ ഒക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ആരൊക്കെ നിന്നു? എല്ലാവരും. യഹൂദരൊക്കെയും തൻ്റെ ഭാര്യമാരോട് കൂടെ കുഞ്ഞുങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നു. They stood before the Lord. Lord, you must help us. നമ്മളുടെ ആവശ്യങ്ങൾ ആ നിലയിലുള്ള ആവശ്യങ്ങളാകുമ്പോൾ മാത്രമേ the Lord really sees that there is a need for these people. അത് എത്രമാത്രം നമ്മളുടെ ജീവിതങ്ങളിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്, എത്രമാത്രം നമ്മളെ ദൈവസന്നിധിയിൽ അത് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൊരു പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, when we see sin happening in our life, അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി നേരത്തെ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് പല പ്രാവശ്യം സഹോദരങ്ങൾ പറഞ്ഞു, സഹോദരന്മാരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. ടെംപ്റ്റേഷൻസ് ആർ കമ്മിങ് ഓൺ ദ വേ, ടെംപ്റ്റേഷൻസ് ആർ കമ്മിങ് ഓൺ ദ വേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. സോ ദൈവത്തോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ഉണർത്തുന്ന, ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 18 verse 5. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് പറഞ്ഞാൽ, എങ്കിലും വിധവ, ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മൊത്തം അറിയാവുന്നതുകൊണ്ട് മൊത്തം വായിക്കാതെ. ഒരു വിധവ വന്ന് ന്യായാധിപനെ ബുദ്ധിമുട്ടിക്കുക, ഒരു കാര്യമില്ല, പക്ഷേ പിന്നെയും ബുദ്ധിമുട്ടിക്കുക. വിധവ വന്ന് ബുദ്ധിമുട്ടിക്കുക. സാറേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സാറേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെയും ആക്കേണ്ട കാര്യമില്ല, പക്ഷേ just because she is continuously after me, I will do something for her. ഇങ്ങനെ ലോകത്തിലെ ന്യായാധിപതി ആണെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രയധികം. അടുത്ത വാക്യം, verse 6 and 7. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അദ്ദേഹം ദീർഘക്ഷമയുള്ള ദൈവമാണ്. കാരണം ദുഷ്ടന്മാർക്ക് പോലും കർത്താവ് ഒരു ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ദീർഘക്ഷമയോടുകൂടെ മാത്രമേ ആ ശിക്ഷ നടപ്പാക്കുന്നുള്ളൂ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ. അതുകൊണ്ടാണ് താൻ ദീർഘക്ഷമയുള്ളവനാണ് എങ്കിൽ പോലും എത്രയധികം വേഗം താൻ ചെയ്യുകയില്ലയോ എന്നാ ചോദിക്കുന്നത് സ്വർഗത്തിലെ ദൈവം. ലോകത്തിലെ ന്യായാധിപന്മാരെ കാട്ടിലും വളരെ വേഗത്തിൽ കർത്താവ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അപ്പം പ്രൈസ് സഹോദരങ്ങളെ, അപ്പം മനസ്സിലാക്കണം, എഗെയിൻ ആ ലേഡി അവിടെ ചെന്നിട്ട് ആ ന്യായാധിപനെ കണ്ടിന്യൂസ്ലി പെസ്റ്ററിങ്, ലോർഡ്, ഡു സംതിങ് അബൌട്ട് മൈ തിങ്സ്. എൻ്റെ കാര്യത്തെക്കുറിച്ച് കർത്താവെ എന്തെങ്കിലും ചെയ്യണമേ, എൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമേ. ആൻഡ് ദ ലോർഡ് സേസ്, ഐ വിൽ ആൻസർ ദാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ഉത്തരം പറയും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു വാക്കിൽ നോക്കി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 7, ഒരമ്മയുടെ കാര്യത്തെക്കുറിച്ച് കാണാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 26-ാമത്തെ വാക്യം, 26. അവൾ സുറോഫിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തൻ്റെ മക്കളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകൾ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. സൈറോ ഫെനീഷ്യൻ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഭാഗമല്ല.
ജാതീയമായ അതിൻ്റെ അതിർത്തിയിലുള്ളൊരു ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ നിന്നുള്ള ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഷി വാസ് എ ഗ്രീക്ക്, ദ വുമൻ വാസ് എ ഗ്രീക്ക് സൈറോഫെനീഷ്യൻ വുമൻ ബൈ ബർത്ത്, ആൻഡ് ഷീ ഈസ് നോട്ട് എ ജൂ. അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് ന്യായമായി കിട്ടേണ്ട അനുഗ്രഹങ്ങളില്ല. എന്നാലും കർത്താവേ, നീ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവോടെ നിൽക്കുകയും അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു കാര്യമേ ഉള്ളൂ, ആസ്ക്. ഇദ്ദേഹം വേറെ ജാതിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയില്ല. വെയിറ്റ് ഇട്ടിരുന്നായിരുന്നെങ്കിൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ വാതുറന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ കർത്താവിനോട് നമ്മൾ ചോദിക്കണം, കർത്താവെ ഇന്ന പോലെ കാര്യങ്ങളാണ്, ദൈവമേ സഹായിക്കണം. ആ സ്ത്രീ കർത്താവിൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, കർത്താവെ യു മസ്റ്റ് ഹെൽപ്പ് മീ, യു മസ്റ്റ് ഹെൽപ്പ് മൈ ചൈൽഡ്. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്, ഐ നോ ഐ ഡോണ്ട് ഹാവ് റൈറ്റ്സ്, I know you're merciful. Praise God. That mother is keep on asking God, Lord, do that. You know, Augustine, one of the saints, who was not a good person. അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നില്ല. എന്നാൽ അമ്മ കണ്ടിന്യൂസ്ലി യൂസ് ടു പ്രേ ഫോർ ഹിം. ലോർഡ് പ്ലീസ് ടച്ച് മൈ ബോയ്, പ്ലീസ് ടച്ച് മൈ ചിൽഡ്രൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ചൊല്ലി നിങ്ങളാരും കരയണ്ട. സിംപതൈസ് അബൌട്ട് യുവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയും നമ്മൾ വലിയ സ്ഥാനത്തൊക്കെ ആക്കണം, നല്ല കാര്യം തന്നെ. ഇറ്റ്സ് ഗുഡ്, വി നീഡ് ഓൾ ദാറ്റ്. ബട്ട് ആർ വി റിയലി ക്രൈങ്, ലോർഡ്, മോർ ദാൻ ഓൾ ദിസ്, കർത്താവിനെ സ്നേഹിക്കാൻ ഞങ്ങളെയും അവരെയും സഹായിക്കണേ, ഞങ്ങളെയും അവരെയും സഹായിക്കണമേ. ആ കരച്ചിൽ എവിടെ നിന്ന് പോകണം? ചർച്ചയിൽ നിന്ന് പോകണമെന്ന് നിങ്ങൾക്ക് വേണേൽ പറയായിരിക്കും. പക്ഷേ ആദ്യം അത് പോകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. ആദ്യം പോകേണ്ടത് അവിടെ നിന്നാണ്. ലോർഡ്, ഇറ്റ്സ് മൈ കിഡ്സ്, ഐ ടെൽ യു. ആൻഡ് മെനി ടൈംസ് ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്, God cannot find somebody to stand in the gap. ഒരു ഗ്യാപ്പിൽ നിൽക്കാനായിട്ട് ആരെയും കാണുന്നില്ല. നമുക്ക് കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും, ആളെങ്ങനെയാണ് ആളിങ്ങനെയാണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾ ആ ഗ്യാപ്പിൽ നിൽക്കാനായിട്ടുണ്ടോ? ലോർഡ്, ഇൻ ദ സിറ്റുവേഷൻസ് വി ആർ ആസ്കിങ് ഫോർ ദിസ് പേഴ്സൺ, പ്ലീസ് സ്പീക്ക് ടു ദ പേഴ്സൺ. കർത്താവ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണേ, മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുക്കണേ. ഹല്ലേലൂയ. ഈ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. കർത്താവ് ശരിക്കും പറഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നായ്ക്കുട്ടികൾ എന്നൊക്കെ പറയുമ്പം നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സൗഖ്യം വേണ്ടാന്ന് പറഞ്ഞു പോയി. നമ്മളൊരു ഡോക്ടർ ഇങ്ങനെ ഒന്ന് വിളിച്ചു നോക്കും. പോട്ട് കർത്താവ് പോട്ട്, ഒരു ഡോക്ടർ നമ്മളിങ്ങനെ ഒന്ന് വിളിച്ചു പോട്ട്, നമ്മളവിടെ നിൽക്കുമോ? പിന്നെ നമ്മൾ നിൽക്കില്ല. അങ്ങനെ വിളിച്ചാലും എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്നുള്ള പൂർണ്ണമായ ഒരു താല്പര്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. വി നോ അവർ ലോർഡ് ഈസ് മെർസിഫുൾ. She goes to the Lord. യാക്കോബ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ എഴുതുന്നതായിട്ടുള്ള ഭാഗം. ഞാനിതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യത്തെക്കുറിച്ച് ദോസ് ആർ കണ്ടിന്യൂസ്ലി ആസ്കിങ് ദ ലോർഡ്, ലോർഡ് വി നീഡ് സംതിങ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ പോലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചോദിച്ചു കർത്താവിൻ്റെ അടുക്ക് അപ്പോസ്തലനായ പൗലോസ് എന്ന് ചോദിച്ചു, കർത്താവേ എനിക്ക് ബലഹീനതയുണ്ട്, എന്നെ സഹായിക്കണം. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. കണ്ടിന്യൂസ്ലി ആസ്ക്ഡ്, ബട്ട് ഗോഡ് ആൻസർഡ്. അവൻ ദൈവം കൃത്യമായ ഉത്തരങ്ങൾ കൃത്യമായ സമയത്ത് നമുക്ക് തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പക്ഷേ ചോദിക്കാനായിട്ടുള്ള വലിയൊരു കാര്യം. പക്ഷേ ആ ചോദിക്കുന്ന ആവശ്യം പോലും നമ്മളുടെ ജീവിതത്തിൽ കാണാത്തപ്പോൾ കർത്താവിന് വിഷമമാണ്. നിനക്ക് ചോദിക്കാൻ പോലും നിനക്ക് മടിയാണല്ലോ. യു വോണ്ട് മീ ടു നോ യുവർ നീഡ് ആൻഡ് കണ്ടിന്യൂസ്ലി സപ്പോർട്ടിങ് യു നോ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. Come to your need and come to your senses. നമുക്ക് മുടിയനാപുത്രൻ്റെ ആ കഥയിൽ നമുക്കറിയാം, അപ്പോൾ അപ്പന് വേണമെന്നുണ്ടെങ്കിൽ പാഴ്സലൊക്കെ അയച്ചു കൊടുക്കാമായിരുന്നു അല്ലേ? അപ്പന് പാഴ്സലൊക്കെ അയച്ചു കൊടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൻ എല്ലാം പകുതി കൊടുത്തെന്ന് പറഞ്ഞാലും അപ്പൻ പാപ്പരൊന്നും ആയില്ല, ഒരു പാഴ്സലും അയച്ചില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ,
ദൈവസന്നിധി നമുക്ക് ആത്മാർത്ഥമുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ആവശ്യബോധത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ കർത്താവേ, ഐ വോണ്ട് ടു ആസ്ക്. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരാൾ വിശ്വാസത്തിൽ അല്ല എങ്കിൽ, go to the Lord and ask, Lord, I want to save that person. We cannot save somebody, but God can arrange things for them so that they can be saved. Right? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം 1-ാം 5-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അടുത്ത വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. എങ്ങനെയാണ് നമുക്ക് ഉറപ്പ് ലഭിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതമാണോ ഇല്ലയോ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നതിനകത്ത് ഉറപ്പെങ്ങനെയാണ് പറ്റുന്നത്? ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് ദൈവത്തോട് പറയാം, ഐ നീഡ് ദിസ്, യു ക്യാൻ ആസ്ക് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ അകത്ത് എഴുതാത്തൊരു കാര്യമാണെങ്കിൽ വി ഡോണ്ട് നോ, ദർ കുഡ് ബി ദിസ് വേ ഓർ ദാറ്റ് വേ. അപ്പം പക്ഷേ നിലനിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള ഡീറ്റെയിൽ ദൈവത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ജോലി, ഇപ്പം ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ നിത്യതയിൽ നമ്മളവിടെ കാണും. നമുക്കൊരു രോഗത്തിൽ നമുക്ക് സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണും, അല്ലേ? അപ്പം നിത്യതയുടെ കോൺസെപ്റ്റിൽ വലിയ നഷ്ടമൊന്നും വരുന്നില്ല. ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ നിത്യതയുടെ വെളിച്ചത്തിൽ വ്യത്യാസം. അപ്പം നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലിയർ ഡെഫിനിഷൻസ് ദൈവത്തിനകത്തുണ്ട്. അവിടെ നമുക്ക് സംശയത്തിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞേ? വിശ്വാസത്തോടുകൂടെ ചോദിക്കണം. എൻ്റെ അപ്പൻ എനിക്കത് തരും, എൻ്റെ അപ്പൻ എനിക്കത് തരും. അത് ഉറപ്പോടുകൂടെ. വ്യക്തതയില്ലെന്നുണ്ടെങ്കിൽ സകല സത്യത്തിലോട്ടും നമ്മളെ വഴി നടത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇസ് എ ഗുഡ് ട്യൂട്ടർ. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിട്ടുണ്ടല്ലോ, നമ്മളിൽ പകർന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മനോട് ചോദിക്കും, കർത്താവെ ഓപ്പൺ ദാറ്റ് മൈ ഐസ്, കർത്താവെ എൻ്റെ കണ്ണുകളെ തുറക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വലിയൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. ഐ പേഴ്സണലി ടേക്ക് ഇറ്റ് ആസ് മൈ മെസ്സേജ് ടു മൈ സെൽഫ്. എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജായിട്ട് ഞാനത് എടുക്കും. ദാറ്റ് ആസ്ക് ബട്ട് ഡോണ്ട് ബി പാസീവ്. നമ്മുടെ ജീവിതത്തിൽ ആസ് യു ഏജ്ഡ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്, ആത്മീയ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹത്തോടെ ഓടുന്ന ഒരു സമയമുണ്ടായിരിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പം ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ഹല്ലേലൂയ. കാലേബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇപ്പോഴാണെങ്കിലും ഐ ആം റെഡി ടു ഫൈറ്റ്. ആഫ്റ്റർ 40 years ഐ ആം സ്റ്റിൽ റെഡി ടു ഫൈറ്റ്. ആ ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കാണണം. കർത്താവേ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ജോഷുവയുടെ കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അതിൽ 7-ാമത്തെ വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായ യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. ഹല്ലേലൂയ. ജോഷുവയുടെ കാലത്തൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി ജോഷുവയുടെ കൂടെ നിന്ന് കണ്ട ആ എൽഡേഴ്സിൻ്റെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാലത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ലെറ്റ് us not shrink back, let us always pursue forward. ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി, ഐ എം നോട്ട് ടെല്ലിങ് യു ഇറ്റ് ഈസ് ഈസി, ബട്ട് pursue ഹാർഡ്. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവെ, ഐ റിയലി നീഡ് യുവർ ഹെൽപ്പ്. ആ ഒരു വാകളെ തുറന്ന് ദൈവത്തോട് ചോദിക്കുവാൻ, അത് നടക്കുമ്പോഴായിരിക്കും. യു മേ ടെൽ മീ ദാറ്റ് ബ്രദർ, ഐ ഡോണ്ട് ഹാവ് ടൈം, ഐ എം വർക്കിംഗ് 23 hours, only 1 hour I have time to sleep. Whenever you are walking, നിങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് ഹോസ്പിറ്റലിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ ഹോസ്പിറ്റലിലാണെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വേദന കാണും, കർത്താവേ എന്തെങ്കിലും ചെയ്യണം കേട്ടോ, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവെ പാപത്തോടടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവണം. യെസ് ലോർഡ്, യു മസ്റ്റ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. കർത്താവെ ആ ഒരു ഓവർകമ്മിങ് സ്പിരിറ്റ് കർത്താവ് എനിക്ക് തരണം. ഗിവ് മി ദാറ്റ് ഗ്രേസ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.